ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് ആവശ്യം. ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകുകയും ചെയ്യും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിച്ചിരുന്നു. അതിൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര റാക്കറ്റുകൾക്ക് ബന്ധമുണ്ട് തുടങ്ങിയ ചില സുപ്രധാനമായ വിവരങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ഇന്ന് കൈമാറുമെന്നും അറിയിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും അതുണ്ടാവുക? ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് രമേശ് ചെന്നിത്തല SITയുടെ ഓഫീസിൽ എത്തിച്ചേരുക. അപ്പോഴെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നേ രമേശ് ചെന്നിത്തലയോട് മൊഴി നൽകാൻ വേണ്ടി ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് അന്വേഷണ സംഘത്തിന് ചില അസൗകര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് എത്തും, മൊഴി നൽകും. തന്റെ പക്കലുള്ള തെളിവുകളും വിവരങ്ങളും നൽകുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. 500 കോടി രൂപയ്ക്കാണ് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റിരിക്കുന്നത്. ഇത് വലിയൊരു കൊള്ളയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചില തെളിവുകൾ, ചില വിവരങ്ങൾ ഒരാൾ നൽകിയിട്ടുണ്ട്. അതൊരു വ്യവസായിയാണെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇത് വസ്തുതാപരമാണെങ്കിൽ വലിയൊരു ലീഡ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ ഹൈക്കോടതിയൊക്കെ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘത്തിന് ഇവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ അന്വേഷണ സംഘത്തിന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടെയാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം തേടി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയതും കട്ടളപ്പാളിയും കൊണ്ടുപോയതിലും കേസുകളിലെ 2 കേസുകളിലെ 1-ാം പ്രതിയാണ് ഇയാളുടെ ചോദ്യം ചെയ്യൽ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് തെളിവെടുപ്പുകൾ പൂർത്തിയായിരുന്നു. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നൽകണമെന്നൊരു ആവശ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ലിജോ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചതുപോലെ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആർക്കും ജാമ്യം കിട്ടിയിട്ടില്ല. ഇനി ഈ ജാമ്യം കിട്ടുന്ന ആദ്യത്തെ ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ജാമ്യം തേടി ഒരേ സമയം പോറ്റിയും ഒപ്പം പത്മകുമാറും എത്തിയിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടാകുമെന്നാണ് നോക്കുന്നത് ജാമ്യം കിട്ടാനുള്ളത്.